സത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ ചേട്ടാ ഒരു പുഷ്പാഞ്ജലി വിനീതായില്ലേ. താങ്ക് യു ചേട്ടാ, പോയേക്കുവാണേ. ഈ ചെക്കന് തന്നെ പറ്റി. ഈശ്വര ഭഗവാനെ കാത്തുരക്ഷിക്കണേ, നല്ല ജോലി കിട്ടണേ. ഈശ്വര ഭഗവാനെ എങ്ങനെയും വീണ്ടും ഇപ്പം നടക്കണമേ, പെങ്ങളുടെ കല്യാണം നടത്തണേ ഭഗവാനെ. അടുത്ത ദിവസം റിസൾട്ട് വരുന്നേ, എനിക്ക് എന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാനിപ്പോ നിന്നിട്ട് നീ ഇരിക്കണ്ട. നിന്റെയൊക്കെ വർഗം പണ്ട് ഞങ്ങളെ കൊറേ കൊമ്പിട്ട് നിർത്തിയതല്ലേ. കുഴികുത്തി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നമാരുടെ കൊച്ചുമക്കളാ നേരെ നിന്ന് കുറയ്ക്കാറായി. കലികാലം ഇവനിരിക്കുന്നിടത്ത് ഞാനിരിക്കില്ല. ഞമ്മൻ്റെ നാടിൻ്റെ ഒരു അവസ്ഥ എന്താല്ലേ, മനുഷ്യനെ മനസ്സിലാക്കുന്നില്ല. ഈ സ്നേഹം ഉണ്ടല്ലോ, അത് അപ്പാടെ തുടച്ചിക്കപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിൽ സാത്താൻ്റെ പിടിമുറുക്കം, അല്ലാതെന്താ. ആട്ടെ, മോൻ്റെ പേരെന്താ? വിനീത്. വിനീതിന് സ്വർഗത്തിൽ എന്തോരം സൗന്ദര്യം ഉണ്ടെന്നറിയും. ഈ ഭൂമിയിൽ സാത്താൻ്റെ വിളയാട്ടം കൂടിയത് പിന്നുണ്ടല്ലോ, സ്വർഗത്തിലൊന്നും ആരുമില്ല. സ്വർഗത്തിൻ്റെ സുഖവും സൗന്ദര്യമൊന്നും ആർക്കും അറിയാനും പാടില്ല. മോനി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം ഏട്ടാ. പടച്ചോനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ, മനുഷ്യരാശിയുടെ നന്മ. നമ്മളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, നമ്മളാരും നിർബന്ധിക്കില്ല. പടച്ചോൻ്റെ കിതാബിൽ പറഞ്ഞേക്കുന്ന അറിവും അനുഭവങ്ങളും എങ്ങനെയെങ്കിലും ഈ സമൂഹത്തിലൊന്നും എത്തിക്കണം, അത്രേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. മോൻ ജ്യൂസ് കുടിക്കാറുണ്ടോ? ഞാൻ എന്തേലും കുടിച്ചോളാം ചേട്ടാ. ചേട്ടൻ്റെ കാര്യം നോക്കി. അങ്ങനല്ല. ശേ, ഇയാളിത്. മോൻ്റെ മനസ്സിപ്പോൾ ശരിയല്ല. എൻ്റെ നമ്പർ ഞമ്മക്കതാ, നമ്മൾ പിന്നീട് വിളിക്കാം. നമ്പറും ഇല്ല, മൈരവും ഇല്ല, കുറേ നേരമല്ലോ, കുറച്ച് സ്വസ്ഥമായിട്ടാ. മോന് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞമ്മക്കാരോടും ദേഷ്യമൊന്നുമില്ല, നമ്മളാരും നിർബന്ധിക്കേയില്ല. നീയൊക്കെ നരകത്തിലേക്കുള്ള വിറകുള്ളിയാണ് കള്ള കാഫിറേ.
നരകത്തിലെ വിറകോളിയാവുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തെക്കേടത്തെ ജോസഫിന്റെ മുകളിലെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം പണിഞ്ഞു വെച്ചിരിക്കുന്ന ഇവനൊക്കെ ഞങ്ങളുടെ പിള്ളേർക്ക് ഇട്ടവരും ഉണ്ടാക്കാനില്ല. ചേച്ചി കൊള്ളാല്ലേ? കൊള്ളാം കൊള്ളാം. ചേച്ചി കല്യാണം കഴിഞ്ഞാണോ? ആണാണോ പെണ്ണോണ്ടോ? എന്തിനാ എന്റെ പൊന്നളിയാ. എടയാണോ എടിയാണോ? അറിയാണ്ടിരിക്കാൻ വഴിയില്ല. എന്തിനായാലും കോലികളിയല്ലേ. നിനക്ക് വേണോ? നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ 500 രൂപ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ചേച്ചി വാ ഇവിടെ ഇരി. എന്താ പ്രശ്നം? നിർത്തിടി. സ്ത്രീകളോട് മര്യാദയില്ലാതെ വർത്താനം പറയുന്നോടാ. ചേച്ചി ആ ബാഗ് എടുത്ത് ഇടയ്ക്ക് വെച്ച് മിണ്ടായിരുന്നാ അവൻ കുറെ നേരം നമ്മളെ ചൊറിഞ്ഞോണ്ടിരിക്കണം. ആറേവൻ 2 അടി കൊടുത്ത് ഇറക്കി വിടേവനെ. ആ നീ വന്നോ? ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാം. എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം? അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കടാ. ശരിക്കും ദൈവം ഉണ്ടോ അച്ഛാ? രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. അച്ഛൻ പറ, ദൈവം ഉണ്ടോ? കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ദൈവമുണ്ട്. അതല്ല അച്ഛാ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ഉണ്ടടാ, ഉള്ളാണ് ദൈവം, ഉള്ളിലാണ് ദൈവം.
ഈ മുതലിന് എവിടുന്ന് ചാടിച്ചോണ്ട് വരും? എന്റെ ജന്മം മുഴുവൻ ഈ ശവത്തെ തീർക്കാനാണ്